ഹലോ മൈ ഡിയർ പ്ലാന്റ് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ സ്മോൾ ഗാർഡൻ. നിങ്ങളിങ്ങനെ ഒരു കാട് കണ്ടിട്ടുണ്ടോ? ഒരു പൂച്ചെടിക്കാട്. ഇതിനെ നട്ടുളർത്തിയതൊന്നല്ല കേട്ടോ, പണ്ടെന്നോ ഒരിക്കലും വാങ്ങി നട്ട ചെടികളുടെ സന്തതി പരമ്പരകളാണ് ഈ കാണുന്നത്. ആദ്യമൊക്കെ ചട്ടിയിൽ പരിപാലിച്ച് നട്ടിരുന്ന ചെടിയാണ്. പിന്നെ പതുക്കെ ഇതിൻ്റെ സ്വന്തം വിത്തുകൾ അവിടെ ഇവിടെയൊക്കെ വീണ് മുളച്ച് വേറെ ഇഷ്ടംപോലെ ചെടികളായി മാറിക്കഴിഞ്ഞപ്പോൾ അത് ഒരു കാട് പോലെ. അങ്ങനെ നമ്മളധികം ശ്രദ്ധയില്ലാതെ തന്നെ നല്ല രീതിയിൽ അത് വളർന്ന് ഒരുപാട് പൂക്കളും ഒക്കെ ആയിട്ട് ഭംഗിയിൽ നിൽക്കുന്ന കാഴ്ചകളായിരുന്നു. പിന്നെ പറയുമ്പോൾ ഏറ്റവും നല്ല തമാശ എന്താണെന്ന് വെച്ചാൽ, വാങ്ങി നടുന്ന കളറിനേക്കാൾ ഇഷ്ടംപോലെ വേറെ കളറുകൾ നമുക്കിതിൻ്റെ വിത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ തുടക്കത്തിൽ 1-2 കളറുകൾ നമ്മുടെ കയ്യിലുള്ളെങ്കിലും 2-3 ജനറേഷൻ കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ കളറുകളായിട്ട് മാറും. ഈ ചെടി ഓൾറെഡി വീട്ടിൽ നട്ട് വളർത്തിയിട്ടുള്ളവർക്ക് ഇത് ഞാൻ പറഞ്ഞിരേണ്ട കാര്യം ഉണ്ടാവില്ല, ഓൾറെഡി അനുഭവമുള്ള കാര്യമായിരിക്കും. പക്ഷേ ഇതുവരെ വാങ്ങാത്തവർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്ന കളറുകൾ ഇപ്പോൾ ഇവിടെ വിരിഞ്ഞിട്ടുള്ളതാണ്. ഈ സൈഡിൽ കാണുന്ന കളറുകൾ നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പം ഇല്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ചെടി ഇങ്ങനെ കാട് പോലെ മണ്ണിൽ തനിയെ വളരെയാണുള്ളത്. നമ്മളതിനെ ചട്ടിലോട്ടൊന്നും നടാറില്ല. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള 2 സീഡ്ലിങ്സ് കിട്ടിയതുകൊണ്ട് എന്തായാലും ഒന്ന് നട്ടു നോക്കാമെന്ന് കരുതി. ഇവർ പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ബുഷിയായിട്ട് വളർന്നാലായിരിക്കും കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവാം. അങ്ങനെ ചെടികൾ ബുഷിയായിട്ട് വരാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ഈ പ്രൂണിങ്. അതായത് ഇതിൻ്റെ തളിര് എപ്പോഴും നമ്മൾ നുള്ളി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ നിന്ന് പുതിയ ഷൂട്ട് വരും. അങ്ങനെ കുറച്ചധികം ബുഷിയായിട്ട് വരും. അതിനുശേഷം അത് പൂടാനായിട്ട് അനുവദിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിൽ തന്നെ 2-3 പ്ലാന്റ് ഒരുമിച്ച് നടുക. അപ്പോൾ നല്ല ഭംഗിയില്ലാതെ നിൽക്കും. മണ്ണിൽ വളരുന്നത് പോലെ തന്നെ വെള്ളത്തിലും ഈ ചെടി വളരും. നല്ല ഭംഗിയുള്ള വെയ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഫ്ലവർ വെയ്സ് പോലെ തന്നെ നമുക്ക് ഇൻഡോറായിട്ടും ഇത് കീപ്പ് ചെയ്യാം. ഇത് പിടിപ്പിച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും ഒരു ഈസി ടു ഹാൻഡിൽ പ്ലാന്റ് ആണ്. ഒരുപാട് സീഡ്സും ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മുട്ടുകളെ പൊതിഞ്ഞു കാണുന്ന ഈ ആവരണമല്ലേ, അതിൽ നിന്ന് പതിയെ മുട്ടുപുറത്തേക്ക് വന്ന് പൂ വിരിഞ്ഞ് പരാഗണം നടന്നു കഴിയുമ്പോൾ പൂ കൊഴിഞ്ഞു പോകും. ഒരു ചെടിയിൽ ഒരുപാട് പൂവുകൾ വിരിയും. ഇതുപോലുള്ള ചെറു സസ്യങ്ങൾക്ക് ഹൈസ് വളരെ കുറവായിരിക്കും. അതായത് ഒരു ബ്ലൂമിംഗ് സീസൺ കഴിഞ്ഞാൽ പിന്നെ വിത്ത് വിതരണത്തിന് ശേഷം അവർ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവരുടെ ആയുസ് കുറച്ച് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് പ്രൂണിങ്. ഇതുപോലെ പല കളർ പ്ലാന്റ്സ് ഒരുമിച്ച് നിൽക്കുമ്പോൾ പല ചെടികൾ തമ്മിൽ പോളിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നെക്സ്റ്റ് ജനറേഷനിലെ സീഡ്സിൽ നമുക്ക് പല കളർ പൂവുകൾ കിട്ടുന്നത്. പോളിനേഷൻ എല്ലാം കഴിഞ്ഞ് പൂവ് കൊഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഉണ്ടായിരുന്ന ആ ഒരു പോക്കറ്റ് ടൈപ്പ് സ്ട്രക്ചറല്ലേ, അതിൻ്റെ ഉള്ളിൽ സീഡ് ഡെവലപ്പ് ചെയ്യും. സീഡിന് കറുത്ത കളറല്ല, അതിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു സീഡ് പൊടി തന്നെ ഒരുപാട് സീഡ്സ് ഉണ്ടാകും. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഔട്ടർ കവർ പൊട്ടി തെറിച്ച് പല ഭാഗങ്ങളിലേക്കും സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ മഴയോ അതുപോലുള്ള അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ വിത്തുകൾ മുളച്ച് കുഞ്ഞു കുഞ്ഞു തൈകൾ പുറത്തു വരും. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ സീഡ്. ഇത്ര കുഞ്ഞൻ സീഡുകളാണ്, മണ്ണുതരിയോളം ചെറുത്. അതുപോലെ തന്നെ മണ്ണിൽ വീണ നമുക്ക് കാണുകയില്ല. ഇത് കളക്ട് ചെയ്ത് വെക്കുന്നതും കുറച്ച് ദുഷ്കരമായ കാര്യമാണ്, എങ്കിലും കളക്ട് ചെയ്ത് വെക്കുന്നവരുണ്ട്. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പാകി മുളപ്പിക്കാൻ വേണ്ടി. സീഡ് പൊടി ഇത്രയും ഡ്രൈ ആവുന്നതിന് മുന്നേ പറിക്കണം, അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ സീഡ് ഉണ്ടാവില്ല, എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ കുറച്ച് ഒരുപാട് അങ്ങോട്ട് ഉണക്കാവുന്നതിന് മുന്നേ പറിച്ച് വെച്ചിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് കളർ ഗ്യാരണ്ടി ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വിത്ത് കളക്ട് ചെയ്ത് വെച്ചാലും ഈ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ എടുത്ത് വെച്ച് ആ കളർ തന്നെ വിരിച്ചെടുക്കാൻ പറ്റുന്നു ഒരു ഉറപ്പില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല. ഇതാണ് ടൊറേനിയ. കക്കപ്പൂ എന്ന് വിളിക്കുന്നവരുണ്ട് ചിലർ, വിഷ് ബോൺ ഫ്ലവർ എന്ന് അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇതിന് ഏത് പേരിലാണ് വിളിക്കുന്നതെന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ താഴെ കാണിക്കുന്ന പിക്ചർ ഇല്ലേ, ഇതാണ് ഈ കോഴിയുടെയൊക്കെ വിഷ് ബോൺ. ഈ വിഷ് ബോണിന്റെ സ്ട്രക്ചറിന് സിമിലർ ആണ് ഇതിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഇതിനെ വിഷ് ബോൺ ഫ്ലവർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ വിഷ് ബോൺ എന്താണെന്നും അതിന് പിന്നിലുള്ള രസമുള്ള ഒരു കഥ എന്താണെന്നും അറിയാവുന്നവരും കമന്റ് ചെയ്യണേ. ഇനി വേറൊരാളെ കാണിച്ചു തരാട്ടോ. ഇയാളെയാണ് ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ കക്കപ്പൂ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു മിനിയേച്ചർ, ടൊറേനയുടെ ഒരു മിനിയേച്ചർ സ്ട്രക്ചർ കണ്ടോ. ഈ ചെടിയിൽ ലൈറ്റ് വയലറ്റ് കളറിലും വൈറ്റ് കളറിലും ഫ്ലവേഴ്സ് ഉള്ളത് നമ്മൾ പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു വലിയ രൂപമാണ് ടൊറേനിയ. എനിക്ക് ചെടി കാണുമ്പോൾ എങ്ങനെയാണ് പണ്ട് തുടങ്ങി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശരി, ഇതുപോലുള്ള ചെറിയ ചെറിയ ഗാർഡൻ വിശേഷങ്ങളും അറിവുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് ടു ഫോളോ ആൻഡ് സപ്പോർട്ട്. ബൈ.